ഇടത് എംപിമാരെ വെല്ലുവിളിച്ച് കേന്ദ്രമന്ത്രി വി മുരളീധരൻ കേരളത്തിന് അനുവദിച്ച വിഹിതം സംബന്ധിച്ച് കൈവശമുള്ള രേഖകൾ പുറത്തുവിടാൻ തയ്യാറാകണം. അവകാശ ലംഘന നോട്ടീസ് നൽകാൻ തയ്യാറുണ്ടോ എന്നും എംപിമാർ മാധ്യമങ്ങൾക്ക് മുന്നിൽ കള്ളപ്രചരണം നടത്തുന്നുവെന്നും അദ്ദേഹം ഡൽഹിയിൽ പറഞ്ഞു. അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോടെന്ന നയമാണ് ഇടത് എംപിമാർക്കെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വളരെ വ്യക്തമായിട്ട് ധനകാര്യമന്ത്രി പറഞ്ഞു, 2004 മുതൽ 14 വരെ കോൺഗ്രസ് ഭരിച്ചിരുന്ന UPA ഭരിച്ചിരുന്ന കാലഘട്ടം, ഇടതുപക്ഷത്തിന്റെ കൂടി പിന്തുണയോടുകൂടി ഭരിച്ചിരുന്ന കാലഘട്ടം, ആ കാലഘട്ടത്തിൽ കിട്ടിയതിൻ്റെ എത്രയോ ഇരട്ടി തുക 2014 മുതൽ 24 വരെയുള്ള കാലഘട്ടത്തിൽ കേരളത്തിന് കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട്. കേരളത്തിന് കിട്ടിയത് കുറഞ്ഞുപോയി എന്ന് പറഞ്ഞ് സമരം ചെയ്ത ആളുകൾ അതേ ദിവസം തന്നെ ധനകാര്യമന്ത്രി ഈ കാര്യം വ്യക്തമാക്കിയപ്പോൾ അവർക്ക് ഒരു മറുപടിയും ഇന്നലെ പറയാനില്ലായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് അവർ മിണ്ടാതിരുന്നത്. ഞാൻ വെല്ലുവിളിക്കുകയാണ്, ഇടതുപക്ഷത്തിന്റെ MPമാർക്ക് ഇന്നലെ ധനകാര്യമന്ത്രി പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമാണ് എന്നുണ്ടെങ്കിൽ അവകാശ ലംഘനത്തിന് നോട്ടീസ് കൊടുക്കാം, അല്ലെങ്കിൽ അവരുടെ കയ്യിലുള്ള വിവരങ്ങൾ സഭയുടെ മേശപ്പുറത്ത് അവർക്ക് സ്വയം വെക്കാം. അതുകൊണ്ട് ഈ കള്ളക്കണക്കുമായിട്ട് ഇനി ഇറങ്ങി പുറപ്പെടരുത്. സഭയിൽ ഇടതുപക്ഷത്തിന്റെ ഏതെങ്കിലും MP 57,000-ന്റെ കണക്ക് എന്താ പറയാത്തത്? ഇവിടെ ജന്തർ മന്ദറിൽ മൈക്ക് കെട്ടിയിട്ട് 57,000 പറഞ്ഞാൽ പോരാ, സഭയിൽ പറയണം.